നമ്മളതാ കൊഹിമയിലേക്കുള്ള യാത്രയിലാണ്. അടിപൊളി റോഡ് കേട്ടോ, ഫുള്ള് ഇങ്ങനെ നോക്കിയോട്ടെ, ക്ലിഫാണ് ഫുള്ള്. താഴോട്ട് വലിയ മലനിരകള്, താഴെ ഒരു വാലിയാണ് കേട്ടോ. മലനിരകളൊക്കെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. നല്ല റൂട്ട് കേട്ടോ, പല പല റൂട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 3 റൂട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ സ്ലോയറാണ്, പക്ഷെ അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ വില്ലേജെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോകാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ റൂട്ടിൽ ഇങ്ങനെ പോവാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൂഗിൾ മാപ്പ് പണി തന്ന് ഞാൻ ഏതെല്ലോ വില്ലേജിൽ കൂടെയല്ല പോകുന്ന കേട്ടോ. ഏതോ മറ്റെല്ലാം മുറ്റത്തെ കൂടെയെല്ലാം പോകുന്നുണ്ട്, കോയിലെല്ലാം ഒഴിച്ചോണ്ട്. അറിയില്ല എന്താന്ന്. എത്തായിരിക്കും റോട്ടില് നോക്കാം. ഇത് ഫുള്ള് വില്ലേജസ് കേട്ടോ, ചെറിയ ചെറിയ കുറെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ പോകുന്നുണ്ട്, എനിക്കറിയില്ല അവിടെ വരെ പോവാ. കോയി മറ്റേ കുറെ തലവെട്ടുന്ന മറ്റേ സുനാപ്പിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ അവിടെ. എന്താ സംഭവം എന്നറിയില്ല. NRC ഒടുവിൽ ഗ്രാമങ്ങളെല്ലാം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഞാൻ പിന്നെ നാഷണൽ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് നാഷണൽ ഹൈവേ 202. കണ്ടാലും നാഷണൽ ഹൈവേ ഒന്നും പറയില്ലെങ്കിലും ഇതാണ് നാഷണൽ ഹൈവേ കേട്ടോ ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ബോർഡർ വരെ ഇന്ന് പോവും. ഞാൻ ബോർഡറിൽ എന്നിട്ട് അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് നാളെ രാവിലെ നാഗാലാൻഡ് കയറും. കാരണം ILP ഉണ്ടാക്കണമെങ്കിൽ രാത്രി പോയിട്ട് പിന്നെ പണിയാണ്. ഇത് നമ്മൾ പോകുന്നത് ജസാമി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ജസാമിയാണ് ബോർഡർ. അവിടുന്ന് ഒരു വില്ലേജും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡർ എത്തി. ബോർഡർ കഴിഞ്ഞാൽ പിന്നെ റോഡ് കിടിലെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ വഴി ചോദിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ആളൊരു ബൊലേറോ പ്രാന്തരാണ്. ആളടുത്ത് ഒരു ക്യാമ്പറൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളി മോഡിഫൈഡ് ക്യാമ്പർ. അപ്പോൾ സംഭവം അവിടം വരെ കുറച്ച് റോഡ് മോശമാണെന്ന് പറഞ്ഞു, ഇതേപോലെ ആണെന്ന് പറഞ്ഞേ. ശരിയല്ല, ഇതൊക്കെ നമുക്ക് ഗുഡാണ്. അങ്ങനെ നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു വില്ലേജ് എത്തി കേട്ടോ. വില്ലേജുകൾ ഇങ്ങനെ ചെറുത് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയോ ഒരു സ്പോട്ടിൽ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അവരെങ്ങനെ പറഞ്ഞത് വഴി വെച്ച സമയത്ത്. ഏകദേശം നാഗാലാൻഡ് ബോർഡർ വരെ റോഡൊക്കെ കണക്കാന്ന് പറഞ്ഞു കേട്ടോ. റോഡൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമുക്ക് എന്നാലും വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. നോർത്ത് ഈസ്റ്റ് എവിടെയാണെങ്കിലും അരുണാചൽ പിന്നെ കുറച്ച് നല്ലതായിരിക്കും ഉറപ്പാണ്. പിന്നെ കുറച്ച് ഏരിയ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഏരിയ ഒക്കെ സെറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. BRO ഉണ്ടായത് കൊണ്ട് നല്ല പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ഞാൻ തോന്നട്ടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായത്. കുറേ ലോറി കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ലോറിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ, എനിക്ക് അറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് പോകുന്നുണ്ട്, അറിയില്ല എന്താ അവസ്ഥ. വണ്ടി പോയ പാട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പോവാണ്. ഇത് പിന്നെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി മാന്തിന്റെ ബാക്കി ഇടിഞ്ഞു പോണത് കേട്ടോ. കുഴപ്പമില്ല, നമ്മക്ക് പോവാ. ഫുള്ള് റോഡ് പണി എടുക്കാൻ വേണ്ടി പൊളിച്ച് അതൊക്കെ ഇടിഞ്ഞു പോകുന്ന കേട്ടോ. നല്ല തന്നെ റോഡ് വീതി കൂട്ടുന്നുണ്ട്, നല്ല കാര്യം തന്നെ കേട്ടോ. ഇവിടെ തീരെ വീതിയില്ല. പിന്നെ ഒരു വണ്ടിയൊക്കെ പോകേണ്ട കറക്റ്റ്. ലോറിയെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനത്തെ റോഡുകളാണ്. എന്തായാലും വീതിയെല്ലാം കൂട്ടുന്നത് നല്ല. പക്ഷേ ഇതെല്ലാം ഇടിച്ചിടിച്ച് ഇത് കട്ടാടെല്ലാം പിന്നെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇടിഞ്ഞ് പോകും കേട്ടോ. വണ്ടി ചളിയാകുന്നില്ല കാര്യത്തിൽ 100% ഉറപ്പായി. ഇതാണ് ഞാൻ വണ്ടി കഴുകാത്ത കേട്ടാ. നോർത്ത് ഈസ്റ്റ് കഴിയുന്നവരെ ഞാൻ എന്തായാലും വണ്ടി കഴുകൂല, ആരില്ല. സെറ്റായില്ല, ഇല്ലെങ്കിൽ ഒന്നും കാണൂല. വീഡിയോയില് ഭയങ്കര ഇതായിരിക്കും. ചെളി രസമല്ലേ. നാഷണൽ ഹൈവേ ഇത് 202. എൻ്റെ പൊന്നോ, നമ്മളെ നാട്ടിലെ നാഷണൽ ഹൈവേ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയല്ലേ.
ഏതോ കാട്ടിൻ്റെ ഉള്ളില് ഇങ്ങനെ പോകുന്ന റോഡ്. അത് റോഡിന്റെ അവസ്ഥയാണ് നോക്കേണ്ടത്. ഇതൊക്കെ അതിലെല്ലാം വെള്ളം വരുന്നുണ്ട്, ചെളിക്കോളം. ഈ വണ്ടി ആയതുകൊണ്ട് മാത്രം എനിക്ക് വിശ്വാസം കേട്ടാ. എന്ത് നാശനേവി ആയാലും നമ്മൾ പോവും. ഏത് കാടായാലും കുഴപ്പമില്ല, ഞാൻ പോവും. ആ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസാ. വേറെ ആയോണ്ട് എന്നെ വൈക്കടത്തൂലെന്ന് എനിക്കറിയാം. ആരും ഇല്ല കേട്ടോ. ഇതൊക്കെയാണ് നാഷണൽ ഹൈവേ. ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രം. ഞാനും എൻ്റെ വണ്ടി ഇങ്ങനെ പാട്ടും പാടി പോകുന്നു. ഒരാളെ കാണാൻ പറ്റില്ല കേട്ടോ. ഓ, വെയിലടിച്ചിട്ടാണെങ്കിൽ ഒരു മക്കളപ്പൊ കാണുന്നില്ല. ആ ഓക്കെ, വൈകുന്നേരമായി, 4:30 അവിടെ ഏതാ ഒരു ജെസി പണിയെടുക്കുന്നുണ്ട് കേട്ടോ. റോഡെല്ലാം ഉറപ്പിക്കുന്നുണ്ട്. അപ്പം അതുവരെ നമ്മളിവിടെ പോസ്റ്റ്. അപ്പുറത്തൊരു വണ്ടിയുണ്ട്, ഞാനും ഉണ്ട്, വേറെ ആരും ഇല്ല കേട്ടോ. ഈ കാട്ടിൽ ഇവർ പണിയെടുക്കുന്നുണ്ടല്ലോ, അതെന്നാ ഒരു ഇത്. ഏത് കാട്ടിൽ പോയാലും JCB എല്ലാം സ്റ്റോക്ക് ഉണ്ടാകും കേട്ടോ റോഡ് ശരിയാക്കാൻ. ആ റോഡ് പോയതുകൊണ്ട് വലിയ വണ്ടിയൊന്നും പോകില്ല കേട്ടോ. വലിയ വണ്ടി ലോറികളല്ലേ, നാഗാലാൻഡിൽ നിന്നുള്ള ലോറികളെല്ലാം ഇവിടെ സ്റ്റക്കാണ്. അവർക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം കുറേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ചെറിയ വണ്ടി പോകും, നമ്മളെ വണ്ടിക്ക് പോകേണ്ട സ്പേസ് ഉണ്ട്. ബാക്കിയുള്ള റോഡിന് ഇറ്റാച്ച് വല്ല മാന്തി ഉണ്ടാക്കണം. ഇനി അപ്പം പോകുന്നില്ല, കണ്ടറിയണം. ഓ, വെള്ളം നോക്കിയാട്ടെ റോട്ടിൽ എത്ര വെള്ളം. വണ്ടിയെല്ലാം കഴുകണമെങ്കിൽ നല്ല വെള്ളം. ബട്ട് എന്താ ചെയ്യാ, കഴുകിയിട്ട് കാര്യമില്ല. പിന്നെ ചളിയിലേക്ക് തന്നെയല്ലേ ഇറക്കേണ്ടത്. എന്താടക്കട്ടെ, നമുക്ക് അരുണാചലെത്തിയിട്ട് കഴുകാം. റോഡ് കുറച്ച് നന്നായി കേട്ടാ. ഏതോ ഒരു ഫോറസ്റ്റിലെ കൂടെ നമ്മളെ യാത്ര. നല്ല ഫോറസ്റ്റും നല്ല റോഡും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് റോഡ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നൽ മാത്രമായിരിക്കും കേട്ടാ. വണ്ടികളെല്ലാം ചീകിരിപ്പാഞ്ഞ് വന്നാലോ, അതുകൊണ്ട് ഞാൻ നോക്കി കണ്ട വണ്ടി ഓടിക്കുന്നത്. ഇവിടുത്തെ ടീമെല്ലാം വണ്ടി വരൂല എന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചടിച്ച് വരും. ഇവിടെ കുറെ ലോറികളുണ്ട്, ഓണും ഇല്ല, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ടീമെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ പണിയാണ്. ഏതോ ഒരു ഗ്രാമത്തിലുള്ള എത്തിയട്ടാ. ഫുള്ള് ഇവിടെ ഒന്നും വേറെ കാണാനൊന്നുമില്ല കേട്ടോ. ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. സൺസെറ്റ് ഇങ്ങനെ എന്താ പറയുക, സൺസെറ്റ് കാണാനൊന്നുമില്ല കേട്ടോ. നല്ല കളറിലുള്ള സൺസെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് ലേറ്റ് ആവും. സമയം ഇപ്പോൾ 5 മണി 5:15 ഇവിടെ. ഇപ്പം ഇരുട്ടാവും കേട്ടോ. 6 മണിയാകുമ്പോഴത്തേക്കെല്ലാം കൂരാക്കൂരി ഇരുട്ടാവും. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഫുള്ള് സൺസെറ്റ് എല്ലാം കഴിയും. ഞാൻ അതിന് മുമ്പ് ഒരു ഗ്രാമം ഏതെങ്കിലും പിടിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇനി ഒരു 10-40 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. ഇതുപോലെ മലകൾ കാണാട്ടോ, ഇഷ്ടംപോലെ മലനിരകൾ ഒരുപാടുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ കണ്ടോ, നല്ല അടുക്കി വെച്ച പോലെ ഇങ്ങനെ കാണാം. കുറേ എണ്ണം. അങ്ങനെ ഒന്നുമില്ല, ഇതുപോലെ വല്ല കുറേ കുഴികളും. റോഡുകളെല്ലാം ഇങ്ങനെയാണ്. അതിലിങ്ങനെ നമ്മളിങ്ങനെ ചളിയിലെ കൂടെ ഇട്ടടിച്ച് പോയിക്കോളാം. ഇവിടെയെല്ലാം കുറച്ചും കൂടെ റോഡ് പണി കഴിഞ്ഞു കേട്ടോ. വീതിയെല്ലാം കൂട്ടി ജില്ലി ഇട്ടു. നമ്മൾ വന്ന വഴിക്കെല്ലാം ഫുള്ള് മാന്തുന്നേ ഉള്ളൂ. ആറോട് അടിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിലേ കയറി പോകണം കേട്ടോ. മുമ്പിലെ റോഡ് ഭയങ്കര മോശമാണെങ്കിലും ഇത് ഫുള്ള് ലാൻഡ് സ്ലൈഡിങ് പരിപാടിയൊക്കെയാണ് കേട്ടോ. ഫുള്ള് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും വീടെടുക്കാൻ പറ്റില്ല. പക്ഷെ സൈഡിലേക്കുള്ള വ്യൂ, മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സമയം രാത്രിയായി. ഇവിടെ സന്ധ്യാകുമ്പോഴത്തേക്കും ഫുള്ള് ഇരുട്ടായി കേട്ടോ. സമയം 5:30 ആവുന്നേ ഉള്ളൂ. 5:28 കേട്ടോ. 5:28 ആയേ ഉള്ളൂ. ഫുള്ള് ഇരുട്ടായി തുടങ്ങി. 6 മണി ആവണ്ട, 5:45 ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു റസായിക്കുണ്ടു. നല്ല പേരല്ലേ. എന്തായാലും ഇനി അധികം സമയമില്ല. 1.5 മണിക്കൂർ ഓടാനുണ്ട് കേട്ടോ. 47 കിലോമീറ്റർ, 1.5 മണിക്കൂർ. സന്ധ്യയായി.
നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്കൈൻ്റെ കളറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല വീടല്ലോ. ആഹാ, അതുപോലെ തന്നെ ചെറിയൊരു വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സമയം 5:40 കേട്ടോ. ഫുള്ള് ഇരുട്ടായി. ഇതാണ് നോർത്ത് ഈസ്റ്റ്. വേഗം ഇരുട്ടാവും. ഇനിയിപ്പോൾ നമുക്ക് അരുണാചലിൽ കുറേ സ്ഥലം പോകാണ്ട് കേട്ടോ. ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട്. അവിടെയെല്ലാം പോകണത്രേ. ഇതെല്ലാം കാണാൻ കിടക്കുന്നു. എന്തായാലും പോവാം. വേറെ വണ്ടിയൊന്നുമില്ല, ഇങ്ങനെ പോയിക്കോളാം. അത്ര തന്നെ. ഫുള്ള് വെള്ളമായിട്ട് ഫാൻ ബെൽറ്റെല്ലാം ഒച്ചയാക്കാൻ തുടങ്ങി. ഇവിടെയെല്ലാം നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സ്ഥലം കേട്ടോ. അടുത്തുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത് നല്ലതാ. ഏത് നിമിഷവും വീഴാം. ഈ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം കേട്ടോ. നമ്മളെ നാട്ടിലുള്ള ടീം പറയുന്നതൊന്നും നല്ല സത്യം കേട്ടോ. ശരിക്കും നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരുടെ അടിപൊളിയാണ്. ഇതിപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ മിസോറാം ആയിക്കോട്ടെ, മണിപ്പൂർ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ശരിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അവര് തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നും വിഷയമല്ല കേട്ടോ. ഇവര് നമ്മളെല്ലാം നല്ല എന്താ പറയുക, നല്ല രീതിയിൽ സ്വീകരിക്കും. ഒരു ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ അങ്ങനെ വലിയൊരു ഫ്രണ്ട്ലി ആവാൻ നിൽക്കൂല. പക്ഷേ ഇവരങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, നോർത്ത് അങ്ങനെയാണ്, നോർത്ത് ഇങ്ങനെയാണ്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, അവിടെ കൊള്ളയാണ്, കൊലപാതകമെല്ലാം പറയില്ലേ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മളെങ്ങനെ പെരുമാറും എന്നുള്ളത് വെച്ചിട്ടാണ് അവരും നമ്മളോട് പെരുമാറാം. നമ്മൾ നല്ലതാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല, അവരും അതേ രീതിയിൽ പെരുമാറും കേട്ടോ. ഏതെല്ലാം ചളിയിൽ കൂടെ ഏതെല്ലാം കാട്ടിക്കൂടെ പോകുന്നവരൊക്കെ എന്നെ അറിയില്ല കേട്ടോ. ഫുള്ള് ചെളിയാണ്, ഫുള്ള് ലാൻഡ് സ്ലൈഡും പരിപാടിയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെ തലയിൽ വീഴാന്നുള്ള വിശ്വാസം നമ്മളിങ്ങനെ പോവാണ്. വണ്ടി നാളത്തേക്ക് നോക്കണ്ട, ചളി കൊളായിരിക്കും. ഓ, പിന്നെ എന്റെ വണ്ടി മാത്രമൊന്നല്ല, എല്ലാ വണ്ടി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു സമാധാനം. മഴയും കൂടെ പെയ്താൽ നല്ല ഭംഗിയാണ്. നമ്മളങ്ങനെ ഒരു വില്ലേജ് എത്തി. ഏകദേശം ഖർസിയം എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് കേട്ടോ. ഇനിയുണ്ട്, പോകാനുണ്ട്. പിന്നെ ഫുള്ള് കാടാണ്, 2 സൈഡ് കാട്. ഫുള്ള് കുഴിയാണല്ലോ. റോഡല്ലേ ശരിയായിക്കൂടെ എങ്ങനെ ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടി സൈഡായി കേട്ടാ. കുറെ സമയം ഫുള്ള് കാടാണ്. ഏതോ കാടാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. റോഡിങ്ങനെ പണിയെടുക്കുന്നുണ്ട്, വേറൊന്നുമില്ല. നിങ്ങളെങ്ങനെ പോവോ പേടിയില്ലാണ്ട്? ഫുൾ മൂണാട്ടോ, നല്ല രസമുണ്ട് ഫുൾ മൂണായതുകൊണ്ട്. കാട്ടിൽ കിട്ടിയ കൂട്ടാട്ടാ. അയ്യോ, വണ്ടി അവരെ ലൈറ്റ് പോലും ഇല്ല കേട്ടോ. ആ വലിയൊരു കുഴിയിൽ പോയി വീണ് അടിയെല്ലാം തട്ടി. നമ്മൾ പിന്നെ ഫുള്ള് മറ്റേ മംഗലപ്പുരയായി വന്നുകൊണ്ട് ലൈറ്റെല്ലാം ഇട്ട് നമ്മളിവിടുന്ന് വണ്ടി കയറ്റും കേട്ടോ. കെട്ടി വലിക്കാൻ പറ്റില്ല, വലിയ കുഴി കേട്ടോ. നല്ല ആഴമുണ്ട്. നമ്മൾ കുറേ കല്ലെടുത്തിട്ട് എന്നിട്ട് ഇതൊന്നും അറിയുന്നില്ല. ഹരിശേഷം പറഞ്ഞവരെ മറ്റേ പുട്ടുകുറ്റീൻ്റെ കാര്യം പറഞ്ഞ എത്ര ഇട്ടിട്ടൊന്നും അറിയുന്നില്ല. ഞാൻ ലൈറ്റ് കവർ ചെയ്ത് വെച്ചേട്ടാ, അത് ഇപ്പം അയച്ചതാ അവസ്ഥ. Arapse. ഫുള്ള് ചെളിയാണ്, ചളിക്കുളമാണ്. നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥ കേട്ടോ. ഫുള്ള് ചെളിയാണ്. അത് ഫുള്ള് ഇറ്റാച്ചിക്ക് മാന്തി ഫുള്ള് ഇതാക്കിയതാണ്. അങ്ങോട്ട് പോകേണ്ട വഴി ഫുള്ള് ചെളിയാണ്. ഞാനും വെച്ച് നടുറോട്ടുമില്ല എന്തായാലും വണ്ടി. നമ്മളെ വണ്ടിയെല്ലാം വീണ് കഴിഞ്ഞാൽ നമുക്ക് 4 വീലർ ഇട്ട് അത് കയറി വന്നേനെ. പക്ഷേ ആൾട്ടോ അവിടെ തട്ടി കിടക്കുക എന്നിട്ട് അവർ ജാക്കി വെച്ച് പൊക്കി പാവം.
ബാക്കി ഒരു രക്ഷയില്ല അവർക്ക്. വണ്ടീൻ്റെ ഉള്ള അവസ്ഥ ഉണ്ടോ നിങ്ങൾ? ചളിക്കോള കേട്ടോ. വന്ന വഴിന്ന് പറഞ്ഞാൽ റോഡൊന്നുമില്ല. എൻ്റെ ഹെഡ്ലൈറ്റ് ഒന്നും വെട്ടമില്ലാത്ത വെറുതെ അല്ല, ഫുള്ള് ചളിയാണ്. കുഴപ്പമില്ല, ഞാനിങ്ങനെ തന്നെ നാഗാലാൻഡ് ഓടും. ലൈറ്റ് ഉണ്ടായോണ്ട് ഉപകാരമായില്ല. അങ്ങനെ ഇന്നത്തെ ഒരു പുണ്യകർമ്മം ചെയ്തു കേട്ടോ. അയ്യോ, വണ്ടി എടുത്ത് വേക്കലിട്ട് അവര് പോക്കായി, ഞാനും പോക്കായി. ഓ സമാധാനം. പാവങ്ങൾ കേട്ടോ, ആകെ പെട്ടുപോയി. രാത്രി ഒരു വണ്ടിയില്ല, ആകെ പെട്ടുപോയി. എന്ത് ചെയ്യാനാ? നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഏത് നാടായല്ലോ, നാട്ടുകാർ പാവങ്ങളല്ലേ. ലൈറ്റ് പൊത്തി വെച്ച 4 സോക്സ് ഉണ്ടായിരുന്നു കേട്ടോ, അത് എടുക്കാൻ മറന്നു ചോദിച്ചടാ, അത് പോയി. ആ പണ്ടാരം പിന്നെ ബോണറ്റിന്റെ മുകളിലുണ്ടായിരുന്നു, ഞാനത് എടുത്തു വെക്കാൻ മറന്നു. ഞാൻ അതും കൊണ്ട് നേരെ ഇങ്ങ് വന്ന്, അത് വരുന്നതിൽ കേടിയാ പോയി. അതിന് തിരിച്ചു പോകാനും കഴിയില്ല, ഫുള്ള് ചെളിയാ, അത് കാണൂല. ചെളിന്ന് വെച്ചാൽ കുറെ ഇങ്ങ് വന്ന്, ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. സാറല്ല, നമുക്ക് അടുത്ത സോക്സ് വാങ്ങാം. ഡെക്കാത്തലോടന്ന് വാങ്ങിയ 4 സോക്സ് ആയിരുന്നു, ബ്രാൻഡഡ് വാങ്ങി ഇട്ടതാ. ഓ പോട്ടെ, എന്നാലും സാറല്ലപ്പം അവരെ സഹായിക്കാൻ പറ്റിയല്ലോ, അത്രയേ ഉള്ളൂ. പോട്ടെ. ഏതോ ഒരു കാട്ടിലേക്ക് കൂടെ പോകുന്ന കേട്ടോ ഞാൻ. അതുകൊണ്ട് എന്തായാലും കവറെല്ലാം അയച്ചല്ലേ, അതുകൊണ്ട് ലൈറ്റെല്ലാം ഇട്ടിട്ട് അങ്ങനെ വളരെ സുഖകരമായിട്ട് പോകാം. നാഷണൽ ഹൈവേ 202. ഇത് നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ കൊഹിമ എത്തി കേട്ടോ. കൊഹിമയിലേക്ക് ഇനി ബോർഡർ എത്തി. ഇത് ജസാമി എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ. ജസാമി എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെ മറ്റേ ഇതിൻ്റെയും ബോർഡർ കേട്ടോ, മണിപ്പൂരിൻ്റെ നാഗാലാൻഡിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഓ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു വഴി എന്നെല്ലാം പറഞ്ഞ ഒന്നൊന്നര വഴി. സെൻസർ വെച്ചിട്ടില്ല, മറ്റേ ലൈറ്റെല്ലാം ഉണ്ട് കേട്ടോ. ബസ് ഷെൽട്ടർ ജസാമി. അപ്പോൾ ഇവിടുന്ന് വണ്ടി വെക്കാനും കഴിയില്ല, ഇടയിൽ ഇടിഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഇവിടുന്ന് വണ്ടി വെക്കാൻ കഴിയില്ല. അടുത്ത ആ വീട് കണ്ട, ആ വീട് വിൽക്കുവാറിപ്പം വീഴും, ആ ഒരവസ്ഥയിലുണ്ട്. അപ്പുറത്തെല്ലാം വണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ജസാമീൻ്റെ ബോർഡെല്ലാം ഉണ്ട്. പിന്നെ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി വെച്ചിട്ട് കുറച്ച് താഴേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ച് കിടന്നുറങ്ങാം, എന്നാലും വിഷയമൊന്നുമില്ല. രാവിലെ ബസ് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ എണീറ്റിട്ട് നാഗാലാൻഡ് കയറാം കേട്ടോ. കാരണം ഈ രാത്രി പോയി കഴിഞ്ഞാൽ ILP പെർമിറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കലെല്ലാം നടക്കില്ല. പിന്നെ രാത്രി ചടങ്ങാപ്പ, പോലീസുകാരും അലമ്പായിരിക്കും. എന്തിനാ വെറുതെ. അപ്പോൾ ഇവിടുന്ന് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നാഗാലാൻഡ് എത്തിട്ടോ. അപ്പോൾ എന്തായാലും നാഗാലാൻഡിൽ അടുത്ത കളികൾ നട്ടുവേനെടുത്തട്ടോ. സത്യം പറഞ്ഞാൽ 4-5 മണിക്കൂറായിട്ട് ഒരു ഭാഗം നല്ല റോഡില്ല, അങ്ങനത്തെ ചെളിയായിരുന്നു കേട്ടോ. വണ്ടി ഞാൻ കാണിച്ചു തരാം. വണ്ടികൾ നോക്കിയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം നമ്മൾ വലിച്ചു വാരി ഇട്ട പോലെയുണ്ട്, അതുപോലെ ചളി കേട്ടോ. എന്താ ഇത്? ചെളിയാ, ഇരിക്കട്ടെ. കറ നല്ലതാണെന്ന് പറഞ്ഞാൽ ചെളി നല്ലതായിരിക്കട്ടെ. കുറവുണ്ട്. ചോറുണ്ട് കേട്ടോ, അത് തിന്നിട്ട് ഞാൻ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി നമുക്ക് നാളെ നാഗാലാൻഡ് കയറുന്നില്ല, നാളെ ആക്കാട്ടോ. നട്ട് പൊട്ടിങ്ങി. അപ്പോൾ ഇനി എവിടെയെങ്കിലും റെസ്റ്റ് ചുരുണ്ട് കൂടി കിടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.